തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ചിത്രം എന്ന് പറഞ്ഞ ലേബലിലിറങ്ങിയ ചിത്രമാണ് ജനനായകൻ. എച്ച് വിനോദ് സംവിധാനം ചെയ്ത ചിത്രം പോസിറ്റീവ് റിവ്യൂ ഒന്നും അല്ലായിരുന്നു പലയിടത്തു നിന്നും വന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ നെഗറ്റീവായിരുന്നു. പക്ഷേ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും ചിത്രത്തെ പലപ്പോഴും ബാധിക്കാറില്ല. വിജയ് ചിത്രങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഏതായാലും ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം 200 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. 200 കോടിയും കടന്ന് 225 കോടിയിലേക്ക് ഞായറാഴ്ചത്തെ കളക്ഷൻ കൊണ്ട് ഈ ചിത്രം എത്തും. അപ്പോൾ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഈ ചിത്രം നേടുന്നത്. ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 171 കോടി 84 ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലല്ലേ. നമുക്ക് ഈ 171 കോടി 84 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് മലയാള ചിത്രത്തിലേക്ക് സംബന്ധിച്ച് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അതും ഒരു മോഹൻലാൽ ചിത്രത്തിനൊക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ഈ 3 ദിവസം കൊണ്ടൊക്കെ 171 കോടി 84 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് അതിശയിപ്പിക്കുന്ന കളക്ഷനാണ്. പിന്നെ അതിശയിക്കാനില്ല, ഇതൊരു വിജയിയുടെ ചിത്രമാണ്. വിജയുടെ ചിത്രമാകുമ്പം പൊതുവെ ഇങ്ങനെയുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗ്രോസ് 100 കോടിയും കടന്ന് 108 കോടി 34 ലക്ഷം രൂപയിലേക്കാണ് 3 ദിവസം കൊണ്ട് ഇന്ത്യ ഗ്രോസ് ചെന്നെത്തിയിരിക്കുന്നത്. ഓഫീസ് കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷൻ ഒന്നും വന്നിട്ടില്ല. 63 കോടി 50 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓവർഫീസ് കളക്ഷൻ. വിദേശങ്ങളിൽ ഈ ചിത്രത്തിന് വമ്പൻ കുതിപ്പില്ലെങ്കിലും ഇന്ത്യയിൽ ഇതിൻ്റെ വമ്പൻ കുതിപ്പ് തുടരുന്നു എന്നുള്ളതാണ്. നമ്മളെ അതിശയിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് ഹിന്ദി ബെൽറ്റിൽ നിന്നാണ്. ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഈ ചിത്രം 4 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ റൈറ്റ്സൊക്കെ വിറ്റുപോയത്. 3 ദിവസം കൊണ്ട് തന്നെ 9 കോടി 78 ലക്ഷത്തിലേക്ക് ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് അതിശയിപ്പിക്കുന്ന കാര്യം. ഡേ ബൈ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം 3 കോടി 28 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം 2 കോടി 50 ലക്ഷവും മൂന്നാമത്തെ ദിവസം 4 കോടിയുമാണ് ഈ ചിത്രം ഹിന്ദി ബെൽറ്റിൽ നിന്ന് കളക്ട് ചെയ്തത്. അങ്ങനെ 9 കോടി 78 ലക്ഷം രൂപയാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തത്. ഇന്നുകൊണ്ട് ഈ ചിത്രം 13 കോടിയിലേക്ക് ഈ ചിത്രം എത്തുമെന്നുള്ള ഉറപ്പാണ്. ഞായറാഴ്ച ഈ ചിത്രത്തിന് ഏകദേശം 5 കോടിയെങ്കിലും ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്യും എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തമിഴ്നാട് തന്നെയായിരിക്കും. കാരണം തമിഴ്നാട്ടിലെ നായകൻ, പ്രത്യേകിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി നായകനായ ചിത്രം, അപ്പം തമിഴ്നാട് തൂത്തുവാരും എന്ന് ഏകദേശം ഉറപ്പാണ്. തമിഴ്നാട്ടിൽ നിന്ന് 61 കോടി കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ഇതിൻ്റെ റിപ്പോർട്ടും പ്രകാരം ആദ്യ ദിവസം 26 കോടി കളക്ട് ചെയ്ത ഈ ചിത്രം രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച 15 കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസം 20 കോടി ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഇത് 30 കോടിയെങ്കിലും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 85-90 കോടിയിലേക്ക് 4 ദിവസം കൊണ്ട് ഈ ചിത്രം എത്തുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വൈകാതെ തന്നെ 100 കോടി കടക്കുന്ന ചിത്രമായിട്ട് വിജയുടെ ചിത്രം മാറും. മറ്റൊരു മേഖല എന്ന് പറയുന്നത് കർണാടക മേഖലയാണ്. കർണാടക മലയാളമായാലും തമിഴായാലും കർണാടകത്തിൽ മികച്ച കളക്ഷനാണ് പല ചിത്രങ്ങൾക്കും ഉണ്ടാകാറുള്ളത്. ചിത്രം കർണാടകത്തിൽ നിന്ന് 19 കോടി 22 ലക്ഷം രൂപയാണ് കർണാടകത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം 11 കോടി 25 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച 3 കോടി 22 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച കളക്ട് ചെയ്ത് 4 കോടി 75 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടൽ 9 കോടി 22 ലക്ഷം രൂപയിലേക്ക് ചെന്നെത്തി നിൽക്കുന്നു. ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ്. ഒരുപക്ഷെ ഇന്നുകൊണ്ട് 24-25 കോടിയിലൊക്കെ ഈ ചിത്രം കർണാടകത്തിൽ നിന്ന് മാത്രമായി എത്തും. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയ ചിത്രങ്ങൾക്കെല്ലാം പലപ്പോഴും മികച്ച കളക്ഷനായിരിക്കും ഉണ്ടാകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ലിയോ എന്ന ചിത്രമായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യ ദിവസം കളക്ഷൻ നേടിയ ചിത്രം. അത് എമ്പുരാനാണ് പിന്നെ തകർക്കുന്നത്. അപ്പം വിജയുടെ ആരാധകരെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ആഘോഷമാക്കാറുണ്ട്. പക്ഷേ മറ്റുള്ള വിജയ ചിത്രങ്ങൾക്ക് കിട്ടിയ കളക്ഷൻ ഇതിന് കിട്ടിയോ എന്നുള്ളത് സംശയമാണ്. കേരളത്തിൽ നിന്ന് 10 കോടി രൂപയാണ് 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത്. പല സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾക്കും കിട്ടാത്ത കളക്ഷൻ വിജയുടെ ചിത്രം നേടിത്തരുന്നുണ്ട്. ആദ്യ ദിവസം 5 കോടി 50 ലക്ഷവും രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച 2 കോടിയും മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച 2 കോടി 50 ലക്ഷവും കളക്ട് ചെയ്ത ഈ ചിത്രം ഞായറാഴ്ച ഏകദേശം 3.5 കോടിയെങ്കിലും കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വാർത്തകളനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് അത് ഞായറാഴ്ച കൊണ്ട് 13-14 കോടിയിലേക്ക് എത്തും എന്ന് ഏകദേശം ഉറപ്പാണ്.
പിന്നെ ഒരു മേഖല എന്ന് പറയുന്ന തെലുങ്കാന ആന്ധ്രാപ്രദേശ് മേഖലയിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തു 4,25,00,000 രൂപയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം 2 കോടിയും മൂന്നാമത്തെ ദിവസം 2,09,00,000 കളക്ട് ചെയ്ത ഈ ചിത്രം ഇന്നും 3 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 8,34,00,000 രൂപയാണ് തെലുങ്കാന കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഈ ചിത്രം നേടുന്നത്. ഞായറാഴ്ച മികച്ച രീതിയിലുള്ള കളക്ഷൻ. ഇന്നലെ തന്നെ 50 കോടി വേൾഡ് വൈഡ് 50 കോടി കളക്ട് ചെയ്ത ചിത്രം ഇന്നും 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഏകദേശം ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 200-225 കോടിയിലൊക്കെ ഞായറാഴ്ച കൊണ്ട് ഈ ചിത്രം എത്തും ഏകദേശം ഉറപ്പാണ്. അങ്ങനെ വിജയുടെ ചിത്രം വമ്പൻ കളക്ഷൻ നേടി മുന്നേറുന്ന കാലത്ത് നമുക്ക് കാണാം. ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ പോകുമ്പോൾ മികച്ച രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷേ ചിത്രത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെവി പോസിറ്റീവ് അഭിപ്രായം ഒന്നുമല്ല നേടുന്നത്. ഇനിയും വിജയുടെ ചിത്രം ഇന്നുകൊണ്ട് 200 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. ഇനിയും OTT പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 15-ആണ്. ആ 15-നുള്ളിൽ തന്നെ 500 കോടി കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും വിജയുടെ ചിത്രമല്ലേ. വിജയുടെ ചിത്രത്തിനുള്ള ഏറ്റവും പ്രത്യേകത, വിജയ് ആരാധകരെ സംബന്ധിച്ച് ഒന്നല്ല പല പ്രാവശ്യം വിജയുടെ ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കാണും. അത് കളക്ഷന് വൻ വർധനവും ഉണ്ടാവും. ഇപ്പം തമിഴ്നാട്ടിലെ കളക്ഷൻ എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഏകദേശം 30 കോടിയെങ്കിലും തമിഴ്നാട് കളക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ 3.5 കോടി ഇന്ന് കിട്ടുമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് നിസ്സാരമായിട്ട് 25-30 കോടി കടക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെ വൈകാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയും കൂടെ പിന്നിടുമ്പോഴത്തേന് വിജയുടെ ചിത്രം ഏകദേശം 500 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. വിജയുടെ ലാസ്റ്റ് ചിത്രമാണ്. ജോസഫ് വിജയ് ഇനിയും മറ്റൊരു ചിത്രത്തിൽ അഭിനയിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അദ്ദേഹം അഭിനയിക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കോടികൾ മാറുന്ന സിനിമാ മേഖലയിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറാവുമോ? അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡോ ഒന്നും ഇടിഞ്ഞിട്ടില്ല. ഏതായാലും മറ്റൊരു ചിത്രത്തിലും കൂടെ അഭിനയിക്കത്തില്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.